വിദ്യാദീപത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അണ്ണാൻ കുഞ്ഞും ആനമൂപ്പനും എന്ന പാഠത്തിൻ്റെ 2ാം ഭാഗം. ഒന്നിച്ചു നിന്നാൽ. അണ്ണാൻ കുഞ്ഞിനെയും പുറത്തേറ്റി ആനമൂപ്പൻ നടന്നു. കൂട്ടുകാരെ, എങ്ങോട്ടാ കൊച്ചു വെളുപ്പാങ്കാലത്ത് ഒരു സവാരി? മരമൂപ്പൻ ചോദിച്ചു. ഞാനിവനെ കാട് കാണിക്കാൻ കൊണ്ടുപോവുക. എന്നാലേ അങ്ങോട്ട് പോണ്ട. എന്തേ? ആനവേട്ടക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അവർ കണ്ടാൽ ആനമൂപ്പനെ കൊല്ലും, കൊമ്പ് പിഴുതെടുക്കും. തിരിഞ്ഞു നടന്നോ, അണ്ണാൻ കുഞ്ഞ് പറഞ്ഞു. അല്പദൂരം ചെന്നപ്പോൾ മൂപ്പൻ നിന്നു. എന്തേ മൂപ്പ, എന്തു പറ്റി? മനുഷ്യച്ചൂര്. എന്നാൽ നിൽക്ക്, ഞാൻ നോക്കിയിട്ട് വരാം. അണ്ണാൻ കുഞ്ഞ് ഒരു മരത്തിൻ്റെ മുകളിലേക്ക് കയറി 4 പാടും നോക്കി. പിന്നെ അതിവേഗം ചാടിയിറങ്ങി. എന്താ കുഞ്ഞേ? ആനമൂപ്പൻ ചോദിച്ചു. മരം വെട്ടുകാരാണ്, ഒരുപാട് പേരുണ്ട്, അണ്ണാൻ കുഞ്ഞ് ആനച്ചേട്ടൻ്റെ ചെവിയിൽ പറഞ്ഞു. അവർ മറ്റൊരു വഴിയിലേക്ക് കടന്നു. അപ്പോൾ എതിരെ വന്ന ചെന്നായ മൂപ്പൻ പറഞ്ഞു. കൂട്ടുകാരെ, ഇതിലേ പോകേണ്ട. തോക്കും നിറച്ച് കാത്തിരിക്കുക നാട്ടുമനുഷ്യര്. ഇനി എന്താ ചെയ്യുക? കാട്ടിൽ ജീവിക്കാൻ വയ്യാണ്ടായി. കാടാണെങ്കിലോ വെട്ടി വെട്ടി തീർന്നും പോയി. ഈ മനുഷ്യരെ കൊണ്ട് പൊറുതിമുട്ടി. ഇനി എവിടേക്കാ പോവുക? പേടിക്കണ്ട, വഴിയുണ്ട്, അണ്ണാൻ പറഞ്ഞു. എന്താ വഴി? പറയാം. ഇവിടെ നമുക്കൊന്നും ഒരുമയില്ല, ആരോടും സ്നേഹമില്ല, വഴക്കടിക്കും, കൊലവിളിക്കും. ശരിയല്ലേ? ശരിയാണ്. ഇത് മാറണം. നമ്മൾ ഒന്നിച്ചു നിൽക്കണം. കാട് മുടിക്കാൻ വരുന്നവരെ ഒറ്റക്കെട്ടായി നേരിടണം. അതെങ്ങനെയാ? പറയാം. നമ്മളിൽ പലതരക്കാരുണ്ട്. മരം കയറുന്നവർ, മാനത്ത് പറന്നു നടക്കുന്നവർ, സൂത്രശാലികൾ, മല്ലന്മാർ. മരം കയറുന്നവരും മാനത്ത് പറക്കുന്നവരും കാവൽക്കാരാകണം. കടുവയും കരടിയും കാട്ടുപോത്തും കുറുക്കനും പുലിയും ചെന്നായും കാട്ടുകടന്നലും ഒക്കെ കാടിളക്കി ചെന്നാൽ ശത്രു തോറ്റ് ഓടാതിരിക്കില്ല. ശരിയാ കുഞ്ഞെ നീ പറഞ്ഞത്. എല്ലാവരെയും വിളിക്കാൻ ആനമൂപ്പൻ കുറുക്കച്ചാരോട് കൽപ്പിച്ചു. അവൻ വലിയ ഒരു പാറക്കല്ലിൽ കയറി നിന്ന് മേലോട്ടു നോക്കി കണ്ണു മുറുക്കിയടച്ച് കൂവാൻ തുടങ്ങി. ഓ ക്യോ 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 ക്യോ. വിളി കേട്ടതോടെ എല്ലാവരും പാഞ്ഞെത്തി. കരടിമൂപ്പനും കടുവമൂപ്പനും കുരങ്ങച്ചനും സിംഹച്ചാരും എല്ലാവരും എത്തി. ആനമൂപ്പൻ കാര്യങ്ങൾ പറഞ്ഞു. ആനകൾ ചിഹ്നം വിളിച്ചു, സിംഹങ്ങൾ അലറി, കടുവകളും കരടികളും പുലികളും ഒച്ച വെച്ചു, കുറുക്കന്മാർ ഓരിയിട്ടു, കാട്ടുകടന്നലും തേനീച്ചയും കൂടുവിട്ട് മുന്നേ പറന്നു. കാടാകെ ഇളകിമറിഞ്ഞു. മരം വെട്ടുകാരും വേട്ടക്കാരും അമ്പരന്നു. അപ്പോഴേക്കും കാട്ടുകടന്നലുകൾ ആക്രമണം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അതോടെ ശത്രുക്കൾ ജീവനും കൊണ്ട് ഓടാൻ തുടങ്ങി. കാട് ശാന്തമായി. പറയാം, എഴുതാം. ഈ കഥയിൽ ഏതൊക്കെ ജീവികളാണുള്ളത്? ആന, കുറുക്കൻ, തേനീച്ച, അണ്ണാൻ, കരടി, കാട്ടുപോത്ത്, പുലി, കടുവ, ചെന്നായ്, സിംഹം, കടന്നൽ. നാട്ടിൽ കാണുന്ന ഏതെല്ലാം ജീവികളാണ് ഈ കൂട്ടത്തിൽ ഉള്ളത്? ആന, അണ്ണാൻ, തേനീച്ച, കടന്നൽ. അറിയിപ്പ് ബോർഡ് തയ്യാറാക്കാം. ആനമൂപ്പൻ കാട്ടിലെ എല്ലാ ജീവികളെയും വിളിച്ചുകൂട്ടാൻ നിർദ്ദേശിച്ചു. അണ്ണാൻ അറിയിപ്പ് തയ്യാറാക്കി കാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വച്ചു. അണ്ണാൻ തയ്യാറാക്കിയ അറിയിപ്പ് ബോർഡിൽ എന്തായിരിക്കും എഴുതിയിരിക്കുക? നിങ്ങളും എഴുതൂ. ഒരു അറിയിപ്പ് ബോർഡ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? എവിടെയാണ് എല്ലാവരും എത്തിച്ചേരേണ്ടത്? എപ്പോഴാണ് എത്തേണ്ടത്? എന്തിനു വേണ്ടിയാണ് എല്ലാവരും എത്തുന്നത്? ആരാണ് യോഗം വിളിച്ചിരിക്കുന്നത്? എന്നീ കാര്യങ്ങൾ വ്യക്തതയോടെ നോട്ടീസിൽ ഉൾപ്പെടുത്തണം. അണ്ണാൻ കുഞ്ഞ് തയ്യാറാക്കിയ അറിയിപ്പ് ബോർഡ്. അറിയിപ്പ്. കാട്ടിലെ മൃഗങ്ങളെ, നാട്ടിൽ നിന്നുള്ള വേട്ടക്കാർ കാട്ടിൽ എത്തിയിട്ടുണ്ട്.
അവരെ ഓടിക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും ഒന്നിച്ച് നിൽക്കണം. അവരെ ഒറ്റക്കെട്ടായി നേരിടണം. അതിനുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നതിനായി ഇന്ന് 15/11/2024 ഉച്ചയ്ക്ക് 12 മണിക്ക് എല്ലാ കാട്ടിലെ മൃഗങ്ങളും പുഴയോരത്ത് എത്തിച്ചേരണമെന്ന് ആനമൂപ്പൻ അറിയിച്ചിരിക്കുന്നു എന്ന് അണ്ണാൻ കുഞ്ഞ്. അറിയിപ്പ് വായിച്ച് ഓരോ ജീവികളും എങ്ങനെയായിരിക്കും എത്തിയിട്ടുണ്ടാവുക? കണ്ടെത്താം, എഴുതാം. സഞ്ചാര രീതിക്കനുസരിച്ച് ജീവികളെ തരംതിരിച്ച് എഴുതൂ. നീന്തി വന്നവ: താറാവ്, മീൻ, ആമ, മുതല. ഇഴഞ്ഞു വന്ന ജീവികൾ: പാമ്പ്, ഒച്ച്, പല്ലി, അട്ട, പുഴു, അരണ. പറന്നു വന്നവർ: തത്ത, മൈന, മരംകൊത്തി, കാക്ക, കൊക്ക്, ഉപ്പൻ, മൂങ്ങ, വവ്വാൽ, പരുന്ത്, വണ്ട്, പൂമ്പാറ്റ, കടന്നൽ, തേനീച്ച. നടന്നു വന്ന ജീവികൾ: ആന, സിംഹം, പുലി, ആട്, പശു, കടുവ, പൂച്ച, ചെന്നായ്, കുറുക്കൻ, മാൻ. ചാടി വന്നവർ: മുയൽ, കങ്കാരു, അണ്ണാൻ, കുരങ്ങൻ, തവള. കഥ പറയാം, എഴുതാം. ആനവേട്ടക്കാരും മരം വെട്ടുകാരും വീണ്ടും വന്നു. ഇത്തവണ കടന്തൽ കുത്തേക്കാതിരിക്കാനുള്ള ഒരുക്കങ്ങളുമായാണ് അവർ വന്നത്. കഥയുടെ ബാക്കി പറയൂ, എഴുതൂ. ആനവേട്ടക്കാരും മരം വെട്ടുകാരും വീണ്ടും വന്നു. മാനത്ത് വട്ടമിട്ട് പറക്കുന്ന ചക്കിപ്പരുന്ത് വളരെ ദൂരെ നിന്നേ ആ കാഴ്ച കണ്ടു. അവൻ വേഗം കാട്ടിലെ മൃഗങ്ങളെ വിവരമറിയിച്ചു. അവൻ പറഞ്ഞു: വേട്ടക്കാർ ധാരാളം പേരുണ്ട്. അവരുടെ കയ്യിൽ തീപ്പന്തമുണ്ട്. അവർ കടന്നലുകളെയും തേനീച്ചകളെയും തീയിട്ടു കൊല്ലും. അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്യണം ആനമൂപ്പ. ആനമൂപ്പൻ ചിഹ്നം വിളിച്ചുകൊണ്ട് എല്ലാവരെയും വിവരം അറിയിച്ചു. എല്ലാവരും ഒന്നിച്ച് നിന്ന് പൊരുതണം. ആ സമയം പുഴയിൽ നിന്ന് ധാരാളം വെള്ളം കോരിയൊഴിച്ച് ആ തീ കെടുത്തുകയും വേണം. എല്ലാവരും സമ്മതിച്ചു. ആനമൂപ്പനും കൂട്ടരും തുമ്പിക്കൈ നിറയെ വെള്ളം ശേഖരിച്ച് കാത്തുനിന്നു. വേട്ടക്കാർ തീപ്പന്തവുമായി വന്നപ്പോൾ അവർ ഒന്നിച്ച് വെള്ളം ഒഴിച്ച് തീ കെടുത്തി. ഈ സമയം ബാക്കിയുള്ള മൃഗങ്ങൾ എല്ലാവരും ഒന്നിച്ച് വേട്ടക്കാരെ ആക്രമിച്ചു. അവർ ജീവനും കൊണ്ടോടി. മൃഗങ്ങൾക്കെല്ലാം സന്തോഷമായി. അവർ പാട്ടുപാടി നൃത്തം വച്ചു. കഥ മാറ്റിയെഴുതൂ. അടിയിൽ വരയിട്ട പദങ്ങൾക്ക് പകരം തന്നിരിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് കഥ മാറ്റിയെഴുതുക. ഇതിൽ അതിരാവിലെ എന്നതിന് പകരം വെളുപ്പാൻ കാലത്ത്, ചുറ്റും, നാലുപാടും എന്ന് മാറ്റി എഴുതണം. ജീവിക്കാൻ വയ്യാതായി എന്നതിന് പകരം പൊറുതിമുട്ടി. കാര്യം തീരും എന്നതിന് പകരം കഥ കഴിയും. ആലോചിച്ചു എന്നതിന് പകരം ചിന്തിച്ചു എന്ന് മാറ്റി എഴുതി കഥ പൂർത്തിയാക്കണം. വെളുപ്പാൻ കാലത്ത് മിട്ടുമുയൽ ഉണർന്നു. എന്തെങ്കിലും തിന്നാൻ കിട്ടുമോ? അവൻ നാലുപാടും നോക്കി. എന്താണ് ഒരു ഇരമ്പം കേൾക്കുന്നത്? ഹമ്മോ, ആനക്കൂട്ടം നടന്നു വരികയാണ്. മിട്ടുവിന് പേടിയായി. ഹോ, ഈ ആനകളെ കൊണ്ട് പൊറുതിമുട്ടി. ഇവരുടെ കാലിനടിയിൽപ്പെട്ടാൽ എൻ്റെ കഥ കഴിയും. വഴിയിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ബുദ്ധി. മിട്ടു ചിന്തിച്ചു. പദപ്രശ്നം. വലത്തോട്ടെഴുതേണ്ടത്: 1. ഞാൻ മൂക്കുകൊണ്ട് വെള്ളം വലിച്ചെടുക്കാൻ കഴിയുന്ന ജീവിയാണ്. ആന. 2. മഴമേഘങ്ങൾ കണ്ടാൽ ഞാൻ പീലി വിടർത്തി കളിയാടും. മയിൽ. 3. മരങ്ങൾ തോറും ചാടി നടക്കും, വാലിൽ തൂങ്ങി ഊഞ്ഞാലാടും. കുരങ്ങൻ. താഴോട്ട്. 1. ആളെ കണ്ടാൽ കൈയും തലയും കട്ടിത്തോടിനുള്ളിലേക്ക് വലിക്കും. ഞാൻ ആരെന്ന് പറയാമോ? ആമ. 4. പുറത്ത് 3 വരയുണ്ട്, ചിൽ ചിൽ എന്ന് ചിലയ്ക്കും ഞാൻ. അണ്ണാൻ. 5. കറുത്ത കമ്പിളി കുപ്പായക്കാരൻ, തേനാണെന്നുടെ ഇഷ്ടാഹാരം.
കരടി. 6. മൂളും ഞാൻ രാത്രിയിലാണെൻ സഞ്ചാരം. മൂങ്ങ.